എല്ലാവർക്കും വിശ്വാസത്തിൻ്റെ കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിഭൂതി തിരുനാളിനെ കുറിച്ചാണ്. വലിയ നോമ്പിലേക്കുള്ള കവാടങ്ങൾ തുറക്കാൻ വിഭൂതി തിരുനാൾ വന്നെത്തി. എന്നാൽ നമുക്കറിയാമോ എന്താണ് വിഭൂതി തിരുനാൾ കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന്? മുന്നോട്ട് നോക്കുവാനും ഉദിതനായ രക്ഷകനെ ലക്ഷ്യം വെച്ച് സ്വർഗീയ വിശുദ്ധി പ്രാപിക്കുവാനും സ്വയം വിലയിരുത്തി ആത്മീയ ജീവിതത്തിൽ ആഴപ്പെടുവാനും സഭ നൽകിയിരിക്കുന്ന വിശുദ്ധ ദിനമാണ് വിഭൂതി തിരുനാൾ. ബാഹ്യപ്രകടനങ്ങളായ കുരിശുവരയുടെയും ഉപവാസത്തിൻ്റെയും കഠിന നോമ്പ് ആചരണത്തിൻ്റെയും അപ്പുറം മാനവികതയുടെയും സ്വയം നവീകരണത്തിൻ്റെയും സാഹോദര്യങ്ങളിലേക്കുള്ള വളർച്ചയുടെയും വാതിലുകൾ വിഭൂതി നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുന്നു. വലിയ നോമ്പ് അഥവാ 50 നോമ്പ് എന്ന പുണ്യദിനങ്ങൾ ആരംഭിക്കുന്ന ദിനമായ വിഭൂതി ഒരു പ്രതീകമാണ്. വിഭൂതിക്ക് ചാരം, ഭസ്മം എന്നാണ് സമാന അർത്ഥം. എങ്കിലും ശക്തി, സൃഷ്ടി, ഐശ്വര്യം തുടങ്ങിയ പദങ്ങളും വിഭൂതിയുടെ വകഭേദങ്ങളായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വിഭൂതി ദിനം സർവ്വ ഐശ്വര്യങ്ങളുടെയും സൃഷ്ടാവായ ദൈവത്തെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യാനുള്ള ശക്തി ആർജിക്കേണ്ട ദിവസമാണ്. മണ്ണാണെന്ന ബോധം നാം മറക്കുമ്പോൾ, മനുഷ്യനോടും പ്രകൃതിയോടും ദൈവത്തോടും നാം മല്ലടിക്കുമ്പോൾ ഈ വിഭൂതി എളിമയുടെ ചാരം പൂശലിൻ്റെ അനുഭൂതിയാകട്ടെ. അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നീ പൊടിയാണ്, പൊടിയിലേക്കു തന്നെ നീ മടങ്ങും.